കൊട്ടിയൂരിലേക്ക് പോകാം. കൊട്ടിയൂർ വൈശാഖ മഹോത്സവത്തിലെ പ്രധാന ചടങ്ങുകളിലൊന്നായ ഇളനീരാട്ടത്തിനുള്ള ഇളനീർ വെപ്പ് നടന്നു. കണ്ണൂർ, കോഴിക്കോട് ജില്ലകളിലെ വിവിധ ഭാഗങ്ങളിൽ നിന്നും വ്രതം നോറ്റ് ഇളനീർക്കാവുമായി ആയിരക്കണക്കിന് ഭക്തരാണ് കാൽനടയായി കൊട്ടിയൂരിൽ എത്തിച്ചേർന്നത്. കണ്ണൂർ, കോഴിക്കോട് ജില്ലകളിലെ വിവിധ പ്രദേശങ്ങളിൽ നിന്നുള്ള ജന്മാവകാശികളായ തണ്ടയാന്മാർക്കാണ് ഇളനീർ വെപ്പിനുള്ള അവകാശം. കൂത്തുപറമ്പിനടുത്തുള്ള വേട്ടയ്ക്കൊരുമകൻ ക്ഷേത്രത്തിൽ നിന്ന് എരുവണ്ടി തണ്ടയാൻ എള്ളെണ്ണയും ഇളനീരുമായി കൊട്ടിയൂരിലെത്തിച്ചേർന്നിരുന്നു. തിരുവഞ്ചിറയുടെ കിഴക്കേ നടയിൽ വിരിച്ച പട്ടും പോളയിലുമാണ് ഇളനീർക്കാവുകൾ സമർപ്പിച്ചത്. ഇളനീർ വ്രതക്കാർ സന്ധ്യയോടെ മന്തംചേരിയിലെ ബാവലിക്കരയിലെത്തി ഇളനീർ വെപ്പിനുള്ള മുഹൂർത്തം കാത്തിരുന്നു. ക്ഷേത്രത്തിലെ രാത്രി പൂജാകർമ്മങ്ങൾ കഴിഞ്ഞ ഉടനെ രാശി വിളിച്ചു. ഇതോടെ ഭക്തർ ഇളനീർക്കാവോടുകൂടി കൊട്ടിയൂരിലേക്കെത്തി. ശക്തമായ മഴയെ തുടർന്ന് പുഴയിൽ ജലനിരപ്പ് ഉയർന്നതിനാൽ സാധാരണ ബാവലി മുറിച്ചു കടന്ന് അക്കരെ എത്തുന്നതിന് നിയന്ത്രണം ഏർപ്പെടുത്തിയിരുന്നു. അതിനാൽ പാലം വഴി കടന്നാണ് ഇളനീർക്കാവ് സംഘങ്ങൾ അക്കരെ സന്നിധിയിൽ എത്തിയത്. ജനം, കൊട്ടിയൂർ.